കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വലിയ 12,000 രണ്ട് ടാങ്കർ ഉൾപ്പെടെയുള്ള വണ്ടികൾ, അങ്ങനെ 8 വണ്ടികൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനമാണ് സർക്കാർ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ തലശ്ശേരിയിൽ നിന്നും മട്ടന്നൂരിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും ഉൾപ്പെടെയുള്ള കണ്ണൂരിൽ നിന്നുള്ള ഫയർ എഞ്ചിനാണ് വന്നിട്ട് ഇവിടുന്ന് ഈ പറയുന്ന തീ അണക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ആഴം വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുകയാണ്. ആ വ്യാപനം കുറച്ച് അടിയന്തരമായി ഇത് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഇടപെടൽ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒരുമിച്ച് പരിശ്രമിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം ഒന്നും മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ല. കാരണം എത്ര കടകളുണ്ട്? 10-100-ലധികം കടകൾ ഈ 2-3 കോംപ്ലക്സിലായിട്ട് ഉണ്ടാവും. 100-200 ഇടയിൽ കടകളുണ്ട്. ഇതാണെങ്കിൽ 4 വാർഡും ഇതിനുള്ളിൽ കടകളായതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. ഫയർ എഞ്ചിന് ഉള്ളിലേക്ക് പോകുന്നതിന് പരിമിതിയുണ്ട്. ഉള്ളിലെ കടകളിലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സൈഡിൽ അണച്ചാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഇതിന്റെ നിയന്ത്രണം വിധേയമാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിന് തൊട്ട് മുട്ടിയിട്ടുള്ള ബിൽഡിങ്ങുകളിലേക്കോ കടകളിലേക്കോ വ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടിയും ഇതിന്റെ റോഡ് സൈഡിലുള്ള തീകൾ അണക്കുന്നതിന് വേണ്ടിയിട്ടും അടിയന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിന്റെ ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ? മെയിൻ റോഡിന്റെ ഭാഗത്തുണ്ട്, അവിടെയും ഫയർ എഞ്ചിൻ തീ അണക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുണ്ട്, മെയിൻ റോഡിന്റെ ഭാഗത്തുണ്ട്, ഈ ഭാഗത്തുണ്ട്. എന്നാൽ ഇതൊരു കോംപ്ലക്സിന് ചുറ്റപ്പെട്ട ഏരിയ ആണ്. മെയിൻ റോഡായാലും ബസ് സ്റ്റാൻഡായാലും ഈ ഹൈവേയുടെ ഭാഗമായാലും ഇതെല്ലാം ഒരു കോംപ്ലക്സിന് ചുറ്റുവട്ടമുള്ള ഏരിയ ആണ്. ഈ ഭാഗത്തെല്ലാം ഫയർ എഞ്ചിൻ ഒരേ സമയത്ത് 5-6 ഫയർ എഞ്ചിനാണ് തീ അണക്കുന്നതിന് വേണ്ടി 6 ഫയർ എഞ്ചിൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു ഭാഗത്തുനിന്നും ഇനിയും ഫയർ എഞ്ചിൻ, കാസർഗോഡ് നിന്ന് ഉൾപ്പെടെ ഫയർ എഞ്ചിൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടാണ് ആക്കിയിരിക്കുന്നത്.